സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ആരാണ് സത്യദൈവം എന്നുള്ള വിഷയവും അപ്പോൾ തന്നെ ആരാണ് ഇസ്രായേൽ എന്നുള്ള വിഷയവുമാണ്. നമുക്കറിയാം, ഇസ്രായേൽ ആര് എന്നുള്ള ചോദ്യത്തിന് ഇന്ന് ഏത് കോണിലും, ലോകത്തിൻ്റെ ഏത് കോണിലും ഉയർന്നു കേൾക്കുന്നൊരു ശബ്ദമാണ് ഇസ്രായേൽ, ഇസ്രായേൽ, ഇസ്രായേൽ. വാർത്താ മാധ്യമങ്ങളിൽ ഇന്നവർ മുന്തി നിൽക്കുന്നു. അവരുടെ വാർത്തകളാണെന്ന് ലോകം മുഴുവനും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തിന് വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ തന്നെ സത്യദൈവം ആരാണ് എന്നുള്ളൊരു ചോദ്യവും നമ്മുടെ മുമ്പിലിരിക്കുകയാണ്. ചിലർ പറയുന്നു ദൈവമുണ്ടെന്നും, ചിലർ പറയുന്നു ദൈവമില്ല എന്നും പറയുന്നു. അപ്പോൾ തന്നെ ദൈവമുണ്ട് എന്ന് പറയുന്നവരിൽ തന്നെ അനേകം ദൈവങ്ങളെ ദൈവങ്ങളായി കണ്ടുകൊണ്ട് ഇതാണ് ദൈവം, അതാണ് ദൈവം, ഇവരാണ് ദൈവം, അവരാണ് ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സത്യത്തിൽ ദൈവം ആരാണ്? നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം ആരാണ്? ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം. സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ സ്ഥാപിക്കുകയും മനുഷ്യൻ്റെ പ്രാണനെ അവൻ്റെ ഉള്ളിൽ നിവേശിപ്പിക്കുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു. ഇവിടെ വ്യക്തമായി ദൈവം അഡ്രസ്സ് ചെയ്യുകയാണ്. ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ സ്ഥാപിക്കുകയും മനുഷ്യന് അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നിവേശിപ്പിക്കുകയും ചെയ്ത കർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവമാണ് മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാവിനെ വെച്ചിരിക്കുന്നത്. ആ ദൈവമാണ് കർത്താവ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് സക്രിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് സത്യദൈവമുണ്ടെന്നും നമ്മെ സൃഷ്ടിച്ചവനായ ഒരു ദൈവമുണ്ടെന്നും നമുക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ളൊരു ഭാവി ഒരുക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം സ്നേഹവാനാണ്, നീതിമാനാണ്, അപ്പോൾ തന്നെ തെറ്റ് ചെയ്താൽ മുഖം നോക്കാതെ ശിക്ഷിക്കുന്നവനുമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സത്യദൈവം ആര്? നിയമാവർത്തന പുസ്തകം 4-ന്റെ 35-ാം പറയുകയാണ്, കർത്താവാണ് ദൈവമെന്നും അവിടെ നിന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇവയെല്ലാം നിങ്ങളുടെ മുൻപിൽ കാണിച്ചത്. നിങ്ങളെ പഠിപ്പിക്കാൻ ആകാശത്തിൽ നിന്ന് തൻ്റെ സ്വരം നിങ്ങളെ കേൾപ്പിച്ചു, ഭൂമിയിൽ തൻ്റെ മഹത്തമായ അഗ്നി അയച്ചു, അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടു. ഇസ്രായേൽ ജനത്തോട് മോശ പറയുകയാണ്, കർത്താവ് മാത്രമാണ് ദൈവം എന്നുള്ളത് ആ ജനത്തെ ദൈവം പഠിപ്പിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ 39-ാം വാക്യം ഇങ്ങനെ വായിക്കുകയാണ്, മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊള്ളുവിൻ. ഇവിടെ വ്യക്തമായി പറയുകയാണ്, സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു ദൈവമേ ഉള്ളൂ, അത് സാക്ഷാൽ കർത്താവ് മാത്രമാണ്, യഹോവയായ ദൈവം മാത്രമാണ്, നിത്യനായ ദൈവം എന്നുള്ളത് ഇവിടെ പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്, എന്നെ അറിഞ്ഞു വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ. എനിക്ക് മുൻപ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. അതെ, ഞാൻ തന്നെയാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു രക്ഷകനുമില്ല. അന്യദേവന്മാരല്ല, ഞാൻ തന്നെയാണ് പ്രസ്താവിക്കുകയും പ്രഘോഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്, ഞാനാണ് ദൈവം, ഇനിയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. എൻ്റെ പിടിയിൽ നിന്ന് ആരെയെങ്കിലും വിടുവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല, എൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുവാൻ ആർക്ക് കഴിയും? ദൈവം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നുള്ളത് ഇവിടെ വീണ്ടും പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ വായിക്കുകയാണ്, അല്ലെങ്കിൽ 18 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുകയാണ്, ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുളി ചെയ്യുന്നു. അവിടുന്നാണ് ദൈവം, അവിടുന്ന് ഭൂമിയെ രൂപപ്പെടുത്തി സ്ഥാപിച്ചു. ദൈവമാണ് സകലതും സൃഷ്ടിച്ചത് എന്നുള്ളത് ഇവിടെ വ്യക്തമായി പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങളുടെ ന്യായവാദം ഉണർത്തിക്കുവിൻ, അവർ കൂടി ആലോചിക്കട്ടെ. പുരാതനമായ ഈ കാര്യങ്ങൾ പണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞത് ആരാണ്? കർത്താവായ ഞാൻ തന്നെയല്ലയോ? ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷകനുമായി മറ്റാരുമില്ല. ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ദൈവം ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ്, താൻ തന്നെയാണ് ദൈവം,
മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ ഭൂമിയിലുള്ള സകല ജാതികളും ഈ കർത്താവിനെ വിശ്വസിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ഇവിടെ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-9 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരുത്തനുമില്ല. ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ മറ്റാരുമില്ല. എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും, എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞ് ആദിയിലെ ഞാൻ എൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തി. പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തി. ദൈവം പറയുകയാണ്, നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്തു നോക്കണം, ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്നുള്ളത് ദൈവം പറയുകയാണ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ സേവിക്കുന്ന അന്യദേവന്മാരെ നിങ്ങൾ സേവിക്കരുത്. സേവിച്ചാൽ അവിടുത്തെ കോപം നിങ്ങൾക്കെതിരെ ജ്വലിക്കുകയും നിങ്ങളെ ഭൂമുഖത്ത് നിന്ന് നശിപ്പിച്ചു കളയുകയും ചെയ്യും. എന്തെന്നാൽ നിങ്ങളുടെ മധ്യേ വസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്, തീഷ്ണതയുള്ള ദൈവമാണ്. അതായത് ദൈവമല്ലാത്തതിനെ ആരാധിക്കുവാൻ ദൈവം അത് അനുവദിക്കുന്നില്ല. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുകയാണ്, അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്തവരോട് 1000 തലമുറ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. മനസ്സിലായോ? നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം എന്നുള്ളത് പറയുകയാണ്. ആ ദൈവത്തെ സ്നേഹിച്ച് ചേർന്ന് നിൽക്കുന്നവർക്ക് അനുഗ്രഹമുണ്ട്, അവരുടെ തലമുറയ്ക്ക് അനുഗ്രഹമുണ്ട് എന്നുള്ളത് പറയുകയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ കർത്താവാണ് സത്യദൈവം, ജീവിക്കുന്ന ദൈവവും നിത്യനായ രാജാവും അവിടുന്ന് മാത്രമാണ്. അവിടുത്തെ ഉഗ്രകോപത്തിൽ ഭൂമി നടുങ്ങുന്നു, അവിടുത്തെ കോപം താങ്ങാൻ ജനതകൾക്കാവില്ല. നീ അവരോട് പറയുക, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാക്കളല്ലാത്ത ദേവന്മാർ ഭൂമിയിൽ നിന്ന് ആകാശത്തിന് കീഴിൽ നിന്ന് തിരോഭവിക്കും. ഇവിടെ ദൈവം പറയുകയാണ്, ദൈവമല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ ദൈവമെന്ന് പറയുകയും ദൈവമല്ലാതിരിക്കുകയും ചെയ്യുന്നവർ ആകാശത്തിന് കീഴിൽ നിന്ന് ഭൂമിയിൽ നിന്നും തിരോഭവിക്കും, ദൈവം അവരെ എടുത്ത് എറിഞ്ഞുകളയും എന്നുള്ളത് ഇവിടെ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവമല്ലാത്തവയ്ക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്ന് സാക്ഷാൽ ദൈവം പറയുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഒന്ന് വായിക്കാം. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും, ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദിജാതരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി എൻ്റെ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. മനസ്സിലായോ? ഇവിടെ വ്യക്തമായി പറയുകയാണ്, ദൈവമാണ് കർത്താവ്, ഞാനാണ് ശിക്ഷ നടത്താൻ ഇരിക്കുന്ന ദൈവം എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ സംഖ്യാപുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ ഈജിപ്തുകാർ കർത്താവ് സംഹരിച്ച തങ്ങളുടെ കടിഞ്ഞൂൽ സന്താനങ്ങൾ സംസ്കരിക്കുകയായിരുന്നു, അവരുടെ ദേവന്മാരെയും കർത്താവ് ശിക്ഷിച്ചു. വളരെ വ്യക്തമായിട്ട് നമുക്ക് ചരിത്രം അറിയാം. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിനെ ആ പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്തളിയാൽ മോചിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി. അവിടെ ഈജിപ്തിലെ കടിഞ്ഞൂൽ സംഹാരം നടത്തിയതിന് ശേഷം കർത്താവ് അവിടെയുള്ള ദേവന്മാരെയും അല്ലെങ്കിൽ ദൈവമെന്ന് പറഞ്ഞവയെയും ന്യായം വിധിച്ചു. അവരൊന്നും ദൈവങ്ങളല്ല എന്ന് കർത്താവ് തെളിയിച്ചിട്ടാണ് ഈജിപ്തിനെ തകർത്ത് തരിപ്പണമാക്കി അവിടെ നിന്ന് തൻ്റെ ജനമായ ഇസ്രായേലിനെ ദൈവം മോചിപ്പിച്ച് കനാനിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വ്യക്തമായി പറയുകയാണ്, അവരുടെ ദേവന്മാരെയും കർത്താവ് ശിക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ദൈവമല്ലാതെ ദൈവപരിവേഷം എടുത്തുകൊണ്ട് നിൽക്കുന്ന സാത്താനിക സേനകളെ അല്ലെങ്കിൽ സാത്താൻ്റെ പിൻബലത്തോടുകൂടെ ദൈവിക പരിവേഷത്താൽ മനുഷ്യരെ പറ്റിക്കുന്ന ഈ വ്യാജ ദൈവങ്ങളെ കർത്താവ് എന്ത് ചെയ്തു? ന്യായം വിധിച്ചു എന്നുള്ളത് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ സങ്കീർത്തനം 72-ന്റെ 18-ാം വാക്യം, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സാക്ഷാൽ ദൈവമെന്ന് സങ്കീർത്തനത്തിലും രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകളെ നമുക്കൊന്ന് നോക്കാം. 1 തിമോത്തിയോസ് 1-ന്റെ 17-ാം വാക്യത്തിൽ പറയുകയാണ്, യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ആ ഏക ദൈവത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസും പറയുകയാണ്. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 3-29-30 പറയുകയാണ്, ദൈവം യഹൂദരുടേതു മാത്രമാണോ, വിജാതിയരുടേതുമല്ലയോ? അതെ, അവിടുന്ന് വിജാതിയരുടെയും ദൈവമാണ്. എന്തെന്നാൽ ദൈവം ഏകനാണ്. അവിടുന്ന് പരിച്ഛേദിതരെയും അപരിച്ഛേദിതരെയും അവരവരുടെ വിശ്വാസത്താൽ നീതീകരിക്കും.
ഇന്ന് യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസം കൂടാതെ ക്രിസ്തുവേശുവിലെ ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ പദ്ധതിയിൽ വിശ്വസിക്കുന്ന യഹൂദനായാലും ജാതീയനായാലും യേശുക്രിസ്തുവിലൂടെ ദൈവമക്കളായി തീരുവാനും രക്ഷിക്കപ്പെടുവാനും സ്വർഗം പ്രാപിക്കുവാനും നിത്യജീവൻ പ്രാപിക്കുവാനും ദൈവം ഒരു അവസരം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ ദൈവം നമ്മുടെ എല്ലാവരുടെയും ദൈവമാണ്, ഇസ്രായേലിൻ്റെ മാത്രമല്ല, ജാതികളായ നമ്മളുടെയും ദൈവമാണ് പരിശുദ്ധാത്മാവിൽ പൗലോസ് പറയുകയാണ്. അപ്പോൾ തന്നെ 1 കൊരിന്ത്യർ ലേഖനം 8:5 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്നവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ പല ദേവന്മാരും നാഥന്മാരും ഉണ്ടല്ലോ. എങ്കിലും നമുക്കൊരു ദൈവമേ ഉള്ളൂ. ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. ഒരു കർത്താവേ നമുക്കുള്ളൂ. ആരിലൂടെയാണോ സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശുക്രിസ്തു. എങ്കിലും ഈ അറിവ് എല്ലാവർക്കുമില്ല. തീർച്ചയായിട്ടും ഈ അറിവ് എല്ലാവർക്കുമില്ല. നമ്മളെ സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനും നമുക്ക് രക്ഷ നൽകി തന്നവനുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവം, ആ ദൈവമാണ് നമുക്കുള്ളൂ. ഈ ലോകത്ത് ദൈവങ്ങളെന്ന് വിളിക്കുന്നത് പലതും ഉണ്ടായിരിക്കാം. ഇവിടെ പറയുകയാണ്, ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്നവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെന്നിരിക്കട്ടെ. ഇന്ന് ലോകത്ത് അനേക ദൈവങ്ങളുണ്ടല്ലോ, പല പേരുകളിലുണ്ടല്ലോ, അതൊക്കെ ഉണ്ടെന്നിരിക്കട്ടെ. പക്ഷെ നമുക്കൊരു ദൈവമേ ഉള്ളൂ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് നമുക്ക് രക്ഷ നൽകി തന്ന സർവശക്തനായ ദൈവം ഏകനേ ഉള്ളൂ എന്ന് പൗലോസും ഇവിടെ പറയുകയാണ്. നിരവധിയായ വാക്യങ്ങളുണ്ട്. എങ്കിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:23 വാക്യത്തിൽ ദൈവം പറയുകയാണ്, നിങ്ങൾ ദേവന്മാർ എന്ന് ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിപ്പിൻ. ഞങ്ങൾ കണ്ട് വിസ്മയിക്കേണ്ടതിന് നന്മയെങ്കിലും തിന്മയെങ്കിലും പ്രവർത്തിപ്പിൻ. ദൈവം ഈ വ്യാജ ദേവന്മാരെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ദൈവങ്ങളാണെങ്കിൽ ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങളെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പ്രവചിക്കുകയോ പറയുകയോ ചെയ്യുകയോ ചെയ്യുക. അങ്ങനെ ഇതെല്ലാം കണ്ട് സത്യമാണെന്ന് വിശ്വസിക്കട്ടെ. എന്നാൽ അവർക്കത് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ദൈവം അവിടെ വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ട് ദേവന്മാരില്ല, അല്ലെങ്കിൽ മറ്റു ദൈവങ്ങളില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നുള്ളത് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തി തരികയാണ്. യെശയ്യാ 46:10 വാക്യത്തിൽ പറയുകയാണ്, ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. ദൈവം പറയുകയാണ്, പൂർവ്വകാലത്ത് തന്നെ, ആദിയിൽ തന്നെ അവസാനം സംഭവിക്കുന്നത് കാണുന്ന ദൈവമാണ്. അതെല്ലാം നമുക്കറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ ആ നിത്യത വരെയുള്ള കാര്യങ്ങൾ, ഈ ഭൂമിയിൽ ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു, കർത്താവിൻ്റെ സഭ റാപ്ചറിൽ എടുക്കപ്പെട്ടാൽ ഉണ്ടാകാനിരിക്കുന്ന 70-ാം ആഴ്ചവട്ടത്തെക്കുറിച്ചും അതിനുശേഷം ഈ ഭൂമിയിൽ സംഭവിക്കേണ്ട എതിർ ക്രിസ്തുവിൻ്റെ ആ ഭരണത്തെക്കുറിച്ചും അതിനുശേഷം ദൈവം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വന്ന് മഹത്വ പ്രത്യക്ഷത നടത്തി സാത്താനെയും എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും നശിപ്പിക്കുന്ന, തകർക്കുന്ന, അതിനുശേഷം ഇവിടെ സ്ഥാപിക്കുന്ന 1000 ആണ്ട്, അതിനുശേഷം വരുന്ന പുത്തനാം യെരുസലേം എന്നുള്ള പട്ടണത്തിനെക്കുറിച്ചുള്ള നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെയും ദൈവം ഇന്നേ പ്രവചിച്ച് വെച്ചിരിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപേ തിരുവചനം എഴുതി പൂർണ്ണമാക്കി നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. അതിപ്പോൾ 2000 വർഷം പിന്നിട്ടിരിക്കുന്നു. ഭാവിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഈ കർത്താവ് തന്നെയാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ ദൈവം പറയുകയാണ്, മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ഇതേപോലെ ഒന്ന് എഴുതി ഈ ബൈബിളിൻ്റെ പോലെയുള്ള ഒരു ഗ്രന്ഥത്തെ ഒന്ന് മുന്നോട്ട് വയ്ക്കുവാൻ ദൈവങ്ങളെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒന്ന് ചെയ്യുക എന്ന് പറയുകയാണ്. ഇന്ന് വരെ ബൈബിളിനോളം പോരുന്ന ഒരു ഗ്രന്ഥവും ഈ ലോകത്തിലില്ല. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് പോലും എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിള് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഇത്ര നേരം സംസാരിച്ചു കൊണ്ടിരുന്നത്, ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവം, ഈ അഖിലാണ്ടത്തിൻ്റെ ഈ ഉടയവനായ ദൈവം നമ്മെ സൃഷ്ടിച്ച് ആ ദൈവത്തിൻ്റെ ശ്വാസം നമ്മിൽ തന്ന് നമുക്ക് ജീവനും എല്ലാം നമുക്ക് തന്ന് നമ്മളെ നടത്തുന്ന ആ ദൈവം ഏകനാണ്. അതാണ് ഞാനിവിടെ പറയുന്ന നിത്യനായ പരിശുദ്ധനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവം, അല്ലെങ്കിൽ അല്പം കൂടി കടത്തി പറഞ്ഞാൽ യഹോവയായ ദൈവം എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിത്യനായ ദൈവം കർത്താവ് മാത്രമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിയുപദേശത്തിനായ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അപ്പോൾ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, അല്ലെങ്കിൽ ഇസ്രായേൽ, ആരാണ് ഇസ്രായേൽ? പ്രിയമുള്ളവരെ, ഈ ലോകം മുഴുവനും അന്യ ആരാധനയിലും അല്ലെങ്കിൽ മനുഷ്യൻ കണ്ടതിനെയൊക്കെയും ആരാധിച്ചു വന്നിരുന്നു. സൂര്യനെ കണ്ടപ്പോൾ അതാണ് ദൈവമെന്ന് കരുതി സൂര്യനെ ആരാധിച്ചു. ചന്ദ്രനെ കണ്ടപ്പോൾ അതിനോട് ആകർഷണം തോന്നി, അതിനെ ആരാധിച്ചു. അല്ലെങ്കിൽ വെള്ളത്തെ കണ്ടപ്പോൾ അതിനെ ആരാധിച്ചു. തീയെ കണ്ടപ്പോൾ തീയെ ആരാധിച്ചു. പിന്നെ പട്ടിയെയും പൂച്ചയെയും എന്ന് വേണ്ട പാമ്പിനെ പോലും കണ്ടപ്പോൾ മനുഷ്യന് ഇതിനോടൊക്കെ ഒരു ആരാധന തോന്നുകയാണ്. അങ്ങനെ തെറ്റായ അധപ്പതിച്ചൊരു ആത്മിക നിലവാരം പുലർത്തിയിരുന്ന ഈ മനുഷ്യകുലത്തിനെ
സത്യദൈവത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചെടുത്ത ഒരു ജനമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജനം. മനസ്സിലായോ? ആ ഇസ്രായേൽ എന്ന് പറയുന്ന ജനം എന്ന് പറയുന്നത് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ്. അല്ലെങ്കിൽ അബ്രാഹം എന്നൊരു മനുഷ്യനിലൂടെ, അബ്രാഹത്തിന് ഇസ്ഹാക്കും, ഇസ്ഹാക്കിന് യാക്കോബും, യാക്കോബിൻ്റെ മറ്റൊരു പേരാണ്, സ്വർഗത്തിലെ ദൈവം ഇട്ടുകൊടുത്തൊരു പേരാണ്, ഇനിമേൽ നിന്നെ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് ദൈവം ഒരു മനുഷ്യന് പേരിട്ട് കൊടുത്ത, യാക്കോബിൻ്റെ മറ്റൊരു പേരാണ്, ദൈവം ഇട്ടുകൊടുത്ത പേരാണ് ഇസ്രായേൽ. ഈ യാക്കോബിന് പിന്നീട് 12 ആൺമക്കളുണ്ടായി. ആ ആൺമക്കൾ 12 ഗോത്രങ്ങളായി വളർന്ന് പന്തലിച്ച് പടർന്ന് അവർ ലോകത്തിലെ ഏറ്റവും വലിയൊരു ശക്തിയായി തീർന്നു. അവരെ മുഴുവനും വിളിക്കുന്ന പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഈ ജനത്തോട് ദൈവം എപ്പോഴും വളരെ കരുണയോടുകൂടിയും കൃപയോടുകൂടിയും അപ്പോൾ തന്നെ നീതിയോടുകൂടിയും ഇടപെട്ടിട്ടുണ്ട്. നമുക്കൊന്ന് രണ്ട് കുറച്ച് വാക്യങ്ങളൊന്ന് വായിക്കാം. അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ തൊടുവാനോ തകർക്കുവാനോ മറ്റാർക്കും സാധ്യമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, സിയോൻ പർവ്വതത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ശത്രു സമൂഹം ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ വിശക്കുന്നവനെ പോലെയും കുടിക്കുന്നവനായി സ്വപ്നം കണ്ടിട്ട് വരണ്ട തൊണ്ടയുള്ളവനായി ഉണരുന്നത് പോലെയുമാകും എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത് ജയിക്കാമെന്നുള്ള ആഗ്രഹം അത് വെറും സ്വപ്നം കാണുന്നത് പോലെയാണ്. സ്വപ്നത്തിൽ വയറു നിറച്ച് ഭക്ഷണവും വെള്ളവും ഒക്കെ കുടിച്ച് സ്വപ്നം കണ്ട് കണ്ണു തുറക്കുമ്പോൾ വിശന്നും തൊണ്ട വരണ്ടും ഇരിക്കുന്ന അതുപോലെ ആയിരിക്കും ഇസ്രായേലിനെ തുടച്ചു നീക്കാം എന്ന് പറയുന്നവരുടെ അവസാനം, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ അതായിരിക്കും എന്നുള്ളതാണ് യെശയ്യാ 29:8 പറയുന്നത്. അപ്പോൾ തന്നെ സക്രിയ പ്രവാചകന്റെ പുസ്തകം 2:8 പറയുകയാണ്, ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയെയാണ് സ്പർശിക്കുന്നത്, സൈനികളുടെ കർത്താവായ അവിടുന്ന് അരുളി ചെയ്യുന്നു. ദൈവം പറയുകയാണ്, ഇസ്രായേലിനെ തൊടുന്നവൻ ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയമ്മെ തൊടുന്നത് പോലെയാണ് എന്നുള്ളത് ദൈവത്തോട് പറയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രമെന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അതിനെ തൊട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ, എന്നാൽ യഹൂദന് എന്ത് വിശേഷത, അല്ല പരിച്ഛേദനയിൽ എന്ത് പ്രയോജനം എന്ന് പൗലോസിന് ചോദിച്ചിട്ട് പറയുകയാണ്. അതായത് ഇസ്രായേലിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചിട്ട് താഴേക്ക് പറയുകയാണ്, സകല വിധത്തിലും വളരെ പ്രാധാന്യമുണ്ട്. എന്താണ് ആ പ്രാധാന്യത? ഒന്നാമത്, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവം തൻ്റെ അരുളപ്പാടുകൾ നൽകിയത് യഹൂദർക്കാണ് എന്ന് പറഞ്ഞാൽ, ഈ പുസ്തകം ബൈബിളിൽ എഴുതിയത് 40ഓളം വ്യക്തികളെ കൊണ്ടാണ്. അതിൽ 39 വ്യക്തികളും വിശുദ്ധ ലൂക്കോസ് ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഈ യഹൂദന്മാരാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഇവർക്കാണ് ദൈവം കൊടുത്തത് എന്നുള്ളത് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പുറപ്പാട് പുസ്തകം 19-ാം വാക്യം മുതൽ പറയുകയാണ് ഇസ്രായേലിൻ്റെ പ്രത്യേകതയെക്കുറിച്ച്, നിങ്ങൾ എനിക്ക്, അതായത് ഇസ്രായേൽ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. മോശ ചെന്ന് ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളൊക്കെയും അവരെ അറിയിച്ചു. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്, നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സത്യദൈവത്തെ തിരിച്ചറിയാൻ വേണ്ടി ഈ ലോകത്ത് സുവിശേഷവുമായി പറഞ്ഞയക്കുവാൻ വേണ്ടി ദൈവം ഉണ്ടാക്കിയെടുത്ത, അബ്രാഹത്തിൽ നിന്നും സൃഷ്ടിച്ചെടുത്ത ഒരു പ്രത്യേക ജനവിഭാഗമാണ് യഹൂദൻ എന്ന് പറയുന്ന ജനം. അപ്പോൾ അവർ ദൈവത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. തനിക്ക് വേണ്ടി ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, എന്തെന്നാൽ നിങ്ങളുടെ കർത്താവിന് പരിശുദ്ധമായൊരു ജനമാണ് നിങ്ങൾ, തൻ്റെ സ്വന്തം ജനമായിരിക്കാൻ വേണ്ടി അവിടുന്ന് ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇവിടെ പറയുകയാണ്, ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്നും നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ സ്വന്തം ജനമായിരിക്കേണ്ടതിന്. ഈ ലോകത്തുള്ള ജനതകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകമായൊരു സമ്പത്തായി ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ഇവരെ കുറിച്ച് പറയുന്നത്. ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ നശിപ്പിക്കുവാൻ ഈ ലോകത്തിലുള്ള ആർക്കെങ്കിലും സാധിക്കുമോ? ദൈവം പറഞ്ഞതുപോലെ ഇവരെ തകർക്കാമെന്നുള്ള ചിന്ത അത് സ്വപ്നം കാണാൻ മാത്രമേ കഴിയുകയുള്ളൂ. വയറു നിറച്ച് ഭക്ഷണം സ്വപ്നത്തിൽ കഴിച്ചിട്ട് ഉണരുമ്പോൾ അയ്യോ ഞാൻ വിശന്നാണല്ലോ ഇരിക്കുന്നത്, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ ആയിരിക്കും ശത്രുക്കളുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൻ്റെ 53-ാം വാക്യം, ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അങ്ങയുടെ ദാസനായ മോശ വഴി അരുളി ചെയ്തതുപോലെ ഭൂമിയിലെ സകല ജനതകളിൽ നിന്ന് അവരെ അങ്ങ് അങ്ങയുടെ അവകാശമായി തിരഞ്ഞെടുത്തതാണല്ലോ എന്ന് സോളമൻ ശലോമോന്റെ പ്രാർത്ഥനയിൽ പറയുകയാണ്. ദൈവമേ, ഞങ്ങളെ അങ്ങ്
ഈ ലോകത്തിൻ്റെ നടുവിൽ നിന്ന് ഞങ്ങളെ പ്രത്യേക ജനമായി സമ്പാദിച്ച് തിരഞ്ഞെടുത്തതാണല്ലോ എന്ന് അവിടെ പറയുകയാണ്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ഇസ്രായേൽ ജനമേ, ഈജിപ്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച ഇസ്രായേൽ ഭവനം മുഴുവനുമെതിരെ അവിടുന്ന് അരുളി ചെയ്യുന്ന വചനം ശ്രവിക്കുവിൻ. ഭൂമിയിലുള്ള സകല ജാതികളിലും വെച്ച് നിങ്ങളെ മാത്രം ഞാൻ സ്വന്തമായി ഗണിച്ച് അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ഇവിടെ പ്രത്യേകം ഇസ്രായേലിന്റെ ദൈവം പറയുകയാണ്, ഭൂമിയിലുള്ള സകല ജനങ്ങളിലും വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി തിരഞ്ഞെടുത്തത്. അപ്പോൾ പറയുകയാണ്, അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് ആര് പരിഹാരം വരുത്തും? ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ദൈവമാണ് ഇസ്രായേലിനെ ശിക്ഷിക്കുവാൻ കെൽപ്പുള്ളവൻ. ആ ഇസ്രായേൽ ജനത്തെ മറ്റുള്ള ജാതീയ ലോകത്തെ കൊണ്ട് ദൈവം അതിനെ ന്യായം വിധിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടല്ലാതെ സാധിക്കുകയില്ല. സ്വയമായ തീരുമാനത്താൽ ഇസ്രായേലിനെ നമുക്ക് തുടച്ചു കളയാം എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവരുടെ ശവങ്ങൾ വയലിലെ ചാണകം പോലെ വീഴുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പറയുകയാണ്, ഇസ്രായേൽ തെറ്റ് ചെയ്താൽ അതിനെ ശിക്ഷിക്കുന്നവൻ ദൈവമാണ്. ഇവിടെ പറയുന്നതാണ് ജെറമിയ 30:11 വാക്യം. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ രക്ഷിക്കുവാൻ ഇസ്രായേലിൻ്റെ കൂടെ ദൈവമുണ്ട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും, എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയുകയില്ല. ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയുമില്ല. ഇസ്രായേൽ ചെയ്യുന്ന തെറ്റുകൾക്ക് ദൈവം അവരെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയുമില്ല. ജെറമിയ 46:28 വാക്യം. എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും, എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയുകയില്ല. ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും, നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ലതാനും. കണ്ടോ, നീതിമാനായ ദൈവം. ഒരു ജനത്തെ ദൈവം തിരഞ്ഞെടുത്തു. ഈ ലോകം മുഴുവനും വിഗ്രഹാരാധന കൊണ്ട് നിറഞ്ഞപ്പോൾ സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ വേണ്ടി ഒരു ജനത്തെ ദൈവം തിരഞ്ഞെടുത്ത് വിളിച്ചു വേർതിരിച്ചു. എന്നാൽ അവർ ലംഘനം ചെയ്യുമ്പോൾ ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ല. അവർക്കുള്ള വടി ദൈവം വെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. എങ്കിലും ഇപ്പോൾ ഇസ്രായേലിനെ തൊടുവാനോ തകർക്കുവാനോ ആർക്കും സാധ്യമല്ല. സക്രിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം. ജെറുസലേമിനെയും യൂദായെയും ആക്രമിക്കാൻ വരുന്ന ചുറ്റുമുള്ള ജനതകൾക്ക് ജെറുസലേമിനെ ഞാനൊരു പാനപാത്രമാക്കാൻ പോകുന്നു. അവർ അതിൽ നിന്ന് കുടിച്ചു വേച്ചു വീഴും. അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമുള്ള കല്ലാക്കും, അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും. ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും. താഴേക്ക് ദൈവത്തിൻ്റെ ജെറുസലേം എന്ന വിശുദ്ധ നഗരത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. അവിടെ അതിനെതിരെ സകല ജനങ്ങളും ഒത്തുചേരും എന്നുള്ളത് പറയുകയാണ്. അപ്പോൾ തന്നെ ഒത്തുചേരുന്ന ആ സന്ദർഭത്തിൽ അവിടെ ചുറ്റുമുള്ള ജനങ്ങൾ കറ്റയായിരിക്കുമ്പോൾ നടുക്ക് ഇസ്രായേൽ തീപ്പന്തമായിട്ടിരിക്കും. കറ്റകൾ ഇസ്രായേലിനോട് കളിക്കാൻ നിന്നാൽ അത് ഇസ്രായേൽ അവരെ കത്തിച്ചു കളയും. കാരണം ഇസ്രായേൽ ഒരു ചട്ടിയിലിരിക്കുന്ന കനൽ നിറച്ച ഒരു പാത്രം പോലെയാണ്, അല്ലെങ്കിൽ തീപ്പന്തമാണ്. ചുറ്റും നിൽക്കുന്നത് വക്യോലാണ് എന്നുള്ളത് ദൈവം വചനത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഇങ്ങനെ ഒത്തിരിയേറെ പ്രവചനങ്ങൾ ഇസ്രായേൽ എന്ന ജനത്തെക്കുറിച്ച് ഉണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അതുകൊണ്ട് തൻ്റെ ഇസ്രായേലിനെ തൊടുന്നവർ ദൈവത്തിൻ്റെ കൃഷ്ണമണിയെ, കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാണ് എന്നുള്ളതൊക്കെയും ദൈവം പറയുവാനിടയായി തീർന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:17 വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലിക്കുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. കർത്താവിൻ്റെ ദാസന്മാരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമായിരിക്കും അത്. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവം പറയുകയാണ്, കൊല്ലനെ സൃഷ്ടിച്ചതാരാണ്? അല്ലെങ്കിൽ ആയുധം പണിയുന്നവനെ സൃഷ്ടിച്ചതാരാണ്? കർത്താവായ ഞാനല്ലയോ? എങ്കിലും അവർ ഉണ്ടാക്കുന്ന ഒരു ആയുധവും നിനക്ക് നേരെ പ്രയോഗിക്കാൻ കഴിയുകയില്ല, ഒരു ആയുധവും നിനക്കെതിരെ ഫലിക്കുകയില്ല എന്നുള്ളത് യെശയ്യാ 54:16-17 വാക്യത്തിൽ ദൈവം പറയുകയാണ്. കാരണം ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ ദൈവത്തിന് അറിയാം ഇവരുടെ കഴിവും പ്രാപ്തിയും ഒക്കെ. അപ്പോൾ ദൈവം പറയുകയാണ്, ആ കഴിവും പ്രാപ്തി കൊണ്ടൊക്കെ നിന്നെ തകർക്കാൻ എന്തെങ്കിലും ആയുധം ഉണ്ടാക്കിയാലും ഇവരെയൊക്കെ സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കാൻ പോകുന്നില്ല എന്ന് ദൈവം അവർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്രയും നേരം ഞാൻ സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ജനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ്. 1-2 വാക്യങ്ങൾ കൂടി ഞാനൊന്ന് വായിക്കാം. ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുന്നത് ഞാൻ പറയുന്ന വാക്കുകളേക്കാൾ ബലമാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കുമ്പോൾ. ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. എൻ്റെ ജനമായി ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും. മുന്തിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിച്ച് അവർ വീഞ്ഞു കുടിക്കും.
അവർ തോട്ടങ്ങളുണ്ടാക്കി ഫലം ആസ്വദിക്കും. അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടുവളർത്തും. ആരും അവരെ പിഴുതെറിയുകയില്ല. യഹോവയായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. ഇന്ന് ഇസ്രായേൽ ഈ ഭൂമിയിൽ നിന്നും പിഴുതെറിയണമെന്ന് വീരവാദം മുഴക്കുന്ന അനേകരെ നമുക്ക് കാണുന്നുണ്ട്, അല്ലേ? നമുക്കൊരു സങ്കീർത്തന ഭാഗം കൂടി ഒന്ന് നോക്കാം. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഇസ്രായേലിനെതിരെ ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. ഇവരെ ഇനി പിഴുതെറിയുവാനോ അല്ലെങ്കിൽ തകർക്കുവാനോ കഴിയുകയില്ല എന്നുള്ളത് ദൈവം തൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ 83-ാം സങ്കീർത്തനം നമുക്കൊന്ന് വായിക്കാം. 83-ന്റെ 4-ാം വാക്യം, വരുവിൻ, ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക. 1967 അറബ് ലോകത്ത് റേഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞൊരു ശബ്ദമാണ്, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെ നമുക്ക് പിഴുതെറിയാം, തകർത്ത് തരിപ്പണമാക്കാം എന്നുള്ളത് ഈ ജനം വിളിച്ചു പറയുവാനിടയായിത്തീർന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വെറും സ്വപ്നമാണ്. അതായത് വിശന്നിരിക്കുന്നവൻ സ്വപ്നത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് എണീക്കുമ്പോൾ ദാഹത്താലും വിശപ്പിനാലും ആയിരിക്കുന്നത് പോലെ മാത്രമാണ് ഇസ്രായേലിനെ നമുക്ക് തീർത്ത് കളയാമെന്ന് പറയുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ച കാര്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ തന്നെ ആ സങ്കീർത്തനത്തിൽ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യഹോവേ, അവർ തിരുനാമത്തെ അന്വേഷിക്കേണ്ടതിന് നീ അവരുടെ മുഖത്തെ ലജ്ജാപൂർണമാക്കണമേ. അവർ എന്നേക്കും ലജ്ജിച്ചു ഭ്രമിക്കുകയും നാണിച്ചും നശിച്ചും പോവുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ യഹോവ എന്ന് നാമമുള്ള നീ മാത്രം സർവ്വഭൂമിക്കും മീതെ അത്യുന്നതനെന്ന് അറിയും. ആ വാക്യം ഒന്നുകൂടി വായിക്കാം. അങ്ങനെ അവർ യഹോവ എന്ന് നാമമുള്ള നീ മാത്രം സർവ്വഭൂമിക്കും മീതെ അത്യുന്നതനായ ദൈവമെന്ന് അവർ അറിയും എന്നുള്ളത് ഇവിടെ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ ജനങ്ങൾ ഇന്ന് കണ്ണു തുറന്ന് സത്യദൈവത്തെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. കാരണം ഈ ദൈവത്തിൻ്റെ അരുളപ്പാടുകളും വചനങ്ങളും ആലോചനയും മാത്രമാണ് നിവർത്തിക്കുവാൻ സാധ്യതയുള്ളൂ. കാരണം മറ്റുള്ളതൊന്നും ദൈവങ്ങളല്ലാത്തത് കൊണ്ട് ഈ ദൈവങ്ങളെല്ലാം പരാജയപ്പെടും. ഈജിപ്തിൽ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ കർത്താവ് മോചിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ അവിടെയുള്ള ദേവന്മാരെയും ദൈവം ന്യായം വിധിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? അതെല്ലാം വ്യാജദേവന്മാരായിരുന്നു. പൈശാചികന്റെ പിൻബലത്തോടുകൂടി പ്രവർത്തിക്കുന്ന, മനുഷ്യനെ തെറ്റിക്കുന്ന ശക്തികളായിരുന്നു. അവിടെയുള്ള പാമ്പും തേളും തേനീച്ചയും ഇതെല്ലാം ആരാധിക്കുവാൻ വേണ്ടി മനുഷ്യൻ തിരഞ്ഞെടുത്ത ഈ ആരാധനാ മൂർത്തികളെയൊക്കെയും സകലത്തെയും ന്യായം വിധിച്ചുകൊണ്ട് ഇവരെയൊന്നും ദൈവമല്ല, താൻ മാത്രമാണ് ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ദൈവം അത് തെളിയിക്കുകയാണ്. സക്രിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവുമായിരിക്കും എന്ന് പറഞ്ഞാൽ അന്ന് ദൈവത്തിൻ്റെ നാമം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, സത്യദൈവം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. വ്യാജദേവന്മാരൊക്കെയും പതനം സംഭവിച്ചിരിക്കും. വ്യാജദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നവരും പതനം സംഭവിച്ചിരിക്കും. ഈ സത്യദൈവത്തിൻ്റെ വചനങ്ങളെയും അനുസരിക്കുന്നവർ മാത്രം ശേഷിച്ചിരിക്കും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയ സകല മനുഷ്യരോടും, ക്രിസ്ത്യാനികളോട് മാത്രമല്ല ഞാൻ സംസാരിക്കുന്നത്, പ്രിയ ഹൈന്ദവ മുസ്ലിം സഹോദരങ്ങളോടും മറ്റിതരം മതങ്ങളിൽപ്പെട്ടവരോടും അല്ലെങ്കിൽ നിരീശ്വരന്മാരായിരിക്കുന്ന ഏത് മതത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവരായാലും ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ ജനമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഈ ദൈവമാണ് നമ്മളുടെയും ദൈവം. പൗലോസ് ചോദിക്കുന്ന പോലെ ദൈവം ഇസ്രായേലിൻ്റെ ദൈവം മാത്രമാണോ? ഒരിക്കലുമല്ല. ആ ദൈവം ജാതികളായ നമ്മളുടെയും ദൈവമാണ്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. അവരെ തൊടുവാനോ തകർക്കുവാനോ പിഴുതെറിയുവാനോ ആർക്കും സാധ്യമല്ല. അപ്പോൾ തന്നെ ദൈവം അവരെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ല. അവരുടെ തെറ്റുകൾക്ക് ദൈവം അവരോട് ചോദിച്ചിരിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമുക്ക് ചെയ്യാനുള്ളത് സത്യദൈവമുണ്ടെന്നും ഒരു സത്യദൈവം ജീവിക്കുന്നുവെന്നും ആ ദൈവം നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒരു രക്ഷണ്യ പദ്ധതി ഒരുക്കിയെന്നും വിശ്വസിക്കുമ്പോൾ നമുക്ക് സൗജന്യമായി ഒരു നിത്യരക്ഷ കിട്ടുവാനിടയായിത്തീരും. ഈ ലോകം ഇനി കടക്കാൻ പോകുന്ന മഹാസംഭവങ്ങളെക്കുറിച്ച് ഞാൻ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, കർത്താവ് മധ്യാകാശത്തിൽ വന്ന് നമ്മെ ചേർക്കുവാനുള്ള കാലഘട്ടം ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. കർത്താവ് വന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ലോകം അഭിമുഖീകരിക്കാൻ പോകുന്നത് വലിയ കഷ്ടങ്ങളാണ്. കർത്താവ് അതിൻ്റെ കാഹളം മുഴക്കുമ്പോൾ, കലശമൊഴിക്കുമ്പോൾ ഈ ഭൂമിയിൽ വളരെ അനർത്ഥകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു. എതിർ ക്രിസ്തുവിൻ്റെ വരവുണ്ടാകുന്നു. മനുഷ്യന് പരസ്പരം ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു. മൂന്നാം ലോക മഹായുദ്ധം വരുന്നു. അത്രത്തോളം പ്രയാസകരമായ ജീവിതത്തിലൂടെ ഈ ലോകത്തിലെ 1/3 ജനസംഖ്യ നഷ്ടപ്പെടുന്ന യുദ്ധങ്ങളെ കടന്നു വരുമ്പോൾ ഇവിടെയൊന്നും പിടിച്ചു നിൽക്കുവാൻ അധികം പേർക്കും കഴിയുകയില്ല. അതുകൊണ്ട് ഈ സമാധാനമുള്ളപ്പോൾ ഇന്നാകുന്നു രക്ഷയുടെ ദിവസം. ഈ സുവിശേഷം കേൾക്കുന്ന ഇന്നാകുന്നു നമ്മുടെ രക്ഷയുടെ ദിവസം. അത് കേട്ട് വിശ്വസിച്ച് ഏറ്റെടുത്താൽ, സാക്ഷാൽ ദൈവത്തെ നിങ്ങൾ വിശ്വസിച്ചാൽ,
ആ ദൈവം ഒരുക്കിയിരിക്കുന്ന തൻ്റെ പ്രിയപുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷയെ ഏറ്റെടുത്താൽ സൗജന്യമായി നമുക്ക് സ്വർഗത്തിലേക്കും സ്വർഗരാജ്യത്തിലേക്കും പ്രവേശിക്കുവാൻ നമുക്ക് മഹാഭാഗ്യം ലഭിക്കും. നാം എന്നും നിത്യതയിൽ ദൈവത്തോടു കൂടെ മരണമില്ലാത്തൊരു ജീവിതത്തിലേക്ക്, സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് കടക്കുവാൻ ദൈവം സഹായിക്കും. ഈ വചനങ്ങളും വാക്കുകളും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവമാരെന്നും ഇസ്രായേൽ ആരെന്നും നമുക്കിതെല്ലാം അറിഞ്ഞിട്ട് എന്ത് പ്രയോജനമെന്നും മനസ്സിലാക്കി രക്ഷയിലേക്ക് കടന്നു വരുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.